ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കരുത്തരായ ഓസ്ട്രേലിയയെയും ശ്രീലങ്കയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ സിംബാബ്വേക്ക് ഇന്ന് തൊടുന്നതെല്ലാം പിഴക്കുന്ന ദിനമായിരുന്നു. ടോസ് ലഭിച്ച് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ബൗളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ സിംബാബ്വേക്കെതിരെ വെസ്റ്റ് ഇൻഡീസിൻ്റെ തേരോട്ടമായിരുന്നു. പവർ പ്ലേയിൽ ആദ്യ ഓവറുകളിൽ വെസ്റ്റ് ഇൻഡീസിന്റെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചെങ്കിലും ഷിംറോൺ ഹെറ്റ്മെയറും പവലും ക്രീസിലെത്തിയതോടെ കഥ മാറി. പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഗ്രൗണ്ടിൽ കണ്ടത്. 34 പന്തുകൾ നേരിട്ട ഹെറ്റ്മെയർ നേടിയത് 85 റൺസ്. 7 സിക്സുകളും 7 ഫോറുകളുമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നു വീണത്. പവൽ 35 പന്തുകൾ നേരിട്ട് 59 റൺസാണ് നേടിയത്. 4 സിക്സുകളും 4 ഫോറുകളും. അവസാന നിമിഷത്തിലുള്ള റദർഫോർഡിൻ്റെയും ജേസൺ ഹോൾഡറുടെയും വെട്ടിക്കെട്ടും കൂടിയായപ്പോൾ സിംബാബ്വേയുടെ കഥ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. 20 ഓവറിൽ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേക്ക് മേൽ നേടിയെടുത്തത് 254. വലിയ ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ സിംബാബ്വേക്ക് തുടക്കം മുതൽ വിക്കറ്റ് വീഴ്ചകളായിരുന്നു. അക്കേൽ ഹുസൈൻ 4 ഓവറിൽ വെറും 28 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. ഗുദകേഷ് മോത്തി 4 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളും നേടിയപ്പോൾ സിംബാബ്വേയുടെ തോൽവി പരിപൂർണമായി. 107 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ന് സിംബാബ്വേക്ക് മേൽ ജയിച്ചു കയറിയത്. കളിയുടെ ഒരവസരത്തിൽ പോലും സിംബാബ്വേക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാതെയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ മുന്നേറ്റമുണ്ടായത്. ഒരുപക്ഷെ സിംബാബ്വെ കളിയിൽ അല്പമെങ്കിലും ഉണ്ട് എന്ന് തോന്നിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ബൗൾ ചെയ്ത പവർ പ്ലേ ഓവറുകളിൽ മാത്രമാണ്. ആ സമയം 2 വിക്കറ്റുകളാണ് സിംബാബ്വേക്ക് വീഴ്ത്താനായത്. പിന്നീട് ഒരു അവസരവും വെസ്റ്റ് ഇൻഡീസ് അനുവദിച്ചില്ല. പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റുകൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെ കളിയിലേക്ക് തിരിച്ചു വരണമെന്ന് സൗത്ത് ആഫ്രിക്ക ഇന്നലെ തെളിയിച്ചതാണ്. ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ആ ദൗത്യം നിർവഹിച്ചത് സിംബാബ്വേക്കെതിരെ. ഹെറ്റ്മെയർ പവൽ പാർട്ട്ണർഷിപ്പ് വെറും 52 ബോളുകളിൽ നിന്ന് നേടിയത് 122 റൺസായിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിന് ഇത്രയും ഒരു പട്ടുകൂറ്റൻ സ്കോർ സിംബാബ്വേക്ക് മേൽ സമ്മാനിച്ചത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ പടുകൂറ്റൻ വിജയം കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യക്കാണ്. ഒരു പക്ഷേ 8ന്റെ പണി കിട്ടിയേക്കാം. ഒരർത്ഥത്തിൽ അത് ശരിയാണെങ്കിൽ പോലും ഇന്ത്യ ഇനിയുള്ള 2 മത്സരം വിജയിക്കുകയും സൗത്ത് ആഫ്രിക്കയും ശേഷിക്കുന്ന 2 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വേക്കെതിരെയും വിജയം വരിക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് സെമി എളുപ്പമാകും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 8ന്റെ പണി തന്നെയാകും സൗത്ത് ആഫ്രിക്കയുടെയും വെസ്റ്റ് ഇൻഡീസിൻ്റെയും ഈ പടുകൂറ്റൻ വിജയങ്ങൾ എന്നതിൽ സംശയമില്ല. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.